ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു പ്രധാന കാര്യം പറയാൻ വന്നേ കേട്ടോ. പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസത്തിന് മുമ്പ് എനിക്ക് ഭീഷണിയൊക്കെ വന്നായിരുന്നല്ലോ. എന്നെ ഏതാണ്ട് ചെയ്ത് കളയും, എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കി കളയും, പിന്നെന്തായിരുന്നു, പിന്നെ ഞാൻ ആ വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബം വിറ്റാൽ പോലും എനിക്കാണെങ്കിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല, ആ അവസ്ഥയിൽ എന്നെ കൊണ്ട് എത്തിക്കും, എവിടം വരെ എന്നെ കൊണ്ടുപോകും അവിടം വരെ എന്നെ കൊണ്ടുപോകും, ഇത് എന്നെ പൂർണ്ണമായിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കി കളയുമെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഭയങ്കര ഭീഷണിയൊക്കെ മുഴക്കിയായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞ് ചിന്തിച്ചെന്താണെന്നറിയോ, ഇങ്ങനെയൊക്കെ ഭീഷണി മുഴക്കിയപ്പോഴത്തേക്ക് അവർ വലിയ ആൾക്കാരായിരിക്കും, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഭീഷണിയൊക്കെ മുഴക്കിയത്. ഒന്നും അല്ലായിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് ചെറിയൊരു പേടി വന്നു എന്ന് ഞാൻ പറയാം കേട്ടോ. എനിക്ക് ചെറിയൊരു പേടി വന്നു, ഇല്ലെന്നൊന്നും ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് കാണിച്ചില്ല. പക്ഷെ എന്നിട്ട് എനിക്ക് വാശി വന്നതെന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് ഇവരെ കാണണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കേസൊക്കെ ഫയൽ ചെയ്തൊക്കെ അതുകൊണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു പ്രതീക്ഷ എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഇങ്ങനെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എന്തായാലും വലിയ ആൾക്കാരായിരിക്കും, അത്യാവശ്യം പിടിപാടുള്ളവരായിരിക്കും. കാരണം എന്നോട് പറഞ്ഞത്, നീ ഇങ്ങ് വാ, നീ വരുമ്പോൾ നിനക്ക് കാണിച്ചു തരാം ഞാൻ ആരാണെന്ന്. അതിനു മുമ്പ് പറഞ്ഞത് എന്തോ വലിയ വീടാണെന്നോ കാറോ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു 3-4 മാസമായിട്ട് നമ്മൾ ടോർച്ചർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്തെല്ലാം ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മളടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഞാനും വിചാരിച്ചു പുള്ളിക്കാരി എന്തായാലും, അതായത് പിശാച്, സ്ത്രീ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്ത്രീകൾക്ക് മൊത്തം മാനക്കേടും ആക്ഷേപമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവരെ സ്ത്രീ എന്ന് പറയില്ല. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, എനിക്കും ഇവർക്ക് പേഴ്സണലായിട്ട് ഒരുപാട് സന്തോഷം തോന്നിയൊരു കാര്യമുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ, നമുക്ക് നമ്മുടെ കുഞ്ഞ് ജനിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത സമയം തൊട്ട് നമുക്ക് നെഗറ്റീവ് ഇടുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നല്ലോ. എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ചേച്ചിയെ കുറിച്ച്. കാരണം കുറേ പേർക്ക് നിറ സാന്നിധ്യമായിരുന്നു. കുറേ പേർക്ക് മോശമൊക്കെ കമൻറ്റ് ഇട്ടിട്ട് ലാസ്റ്റ് ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അപ്പോൾ ഇന്ന് ആ ചേച്ചി ഇപ്പം എനിക്ക് ഇത്തിരി ബഹുമാനമുണ്ട് കേട്ടോ അതിനോട്. നേരത്തെ ഒന്നും അങ്ങനെ ബഹുമാനവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ഹൃദയത്തിൽ നിന്ന് തുറന്ന് ഞാൻ പറയാം, എനിക്കിപ്പം ബഹുമാനമുണ്ട്. കാരണം എന്ന് വെച്ചാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മുടെ വീഡിയോസിൽ നെഗറ്റീവ് വരുന്ന സമയത്തൊക്കെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റ് മോശമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി മോശമാണെങ്കിൽ, നമ്മളെ ചെയ്തികൾ ശരിയല്ലെന്നുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാം, അതിനെ ആർക്ക് വേണമെങ്കിലും വിമർശിക്കാം, അതിലൊരു തെറ്റില്ല. നമ്മുടെ ശാരീരികപരമായിട്ട്, അതായത് നമുക്കുള്ള വൈകല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതല്ലെങ്കിൽ നമ്മളെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കാരണങ്ങൾ ഉണ്ടാക്കി പറയുന്നത് ഒരിക്കലും നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ കണ്ടൻറ്റുകൾ ശരിയല്ല, നമ്മുടെ കണ്ടൻറ്റുകൾ മോശമാണ്, നമ്മുടെ ചെയ്തികൾ മോശമാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് വിമർശിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ പറ്റും. അപ്പോൾ റാണിയൊക്കെ നമ്മുടെ ഡോറയ്ക്ക് നമ്മളിട്ട വീഡിയോയിൽ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് അതിനകത്ത് വന്ന പോരായ്മകൾ നമ്മുടെ അടുത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഇന്ന പോരായ്മകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട്, അതല്ല അത് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ്, സുന്ദരിയായിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾ ഇച്ഛാൻ ആ രീതിയിൽ നല്ല പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ഇട്ടിട്ടുണ്ട്. എന്തായാലും സന്തോഷമുണ്ട്. കാരണം ഞാനിവിടെ പറയുമായിരുന്നു, പക്ഷെ ഒരു ദിവസം വലിയ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നു കാണും. മനുഷ്യരല്ലേ, എപ്പോഴും ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ. അപ്പം മാറ്റങ്ങളൊക്കെ വന്ന് പുതിയ രീതിയിൽ ചിന്തിക്കാനൊക്കെ തുടങ്ങി കാണും, അതുകൊണ്ടായിരിക്കും. അല്ല, ഈ ഒരു ചിന്താഗതി നല്ലതാണ്. കാരണം വെച്ചാൽ, നമുക്ക് നെഗറ്റീവ് ഇടുന്നവരോട് പറയുന്നൊരു കാര്യമല്ലേ, ഞാൻ പേഴ്സണലായിട്ട് എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, നമുക്ക് വേദന വന്നാലും, നമുക്ക് വേദനകൾ തോന്നിയാലും, നമുക്ക് സങ്കടങ്ങൾ വന്നാലും, പക്ഷെ നമ്മളായിട്ട് മറ്റൊരാളെ നമ്മൾ വേദനിപ്പിക്കാൻ പോകരുത്. അത് ഏതവസ്ഥയായിക്കോട്ടെ, നമ്മളായിട്ട് ഒരാളെ വേദനിപ്പിക്കാനായിട്ട് പോരുത്. നമുക്ക് എന്ത് വേദനയും വന്നോട്ടെ, നമുക്ക് ആ വേദന താങ്ങാൻ നമ്മൾ പഠിക്കണം. പക്ഷെ നമ്മളായിട്ട് ഒരാളെയും വേദനിപ്പിക്കരുത്. അവർ പറയരുത്, നീ കാരണം എനിക്ക് വിഷം വന്നു, കരച്ചിൽ വന്നു, സങ്കടം വന്നു. ഒരിക്കലും നമ്മൾ കാരണം അങ്ങനൊരു വാക്ക് പറയരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം അങ്ങനെ തന്നെയാണ്, എന്നെ അറിയാവുന്നവർക്ക് അറിയാവുന്നൊരു കാര്യമാണത്. അപ്പോൾ ഈ റാണിയൊക്കെ അന്ന് കമൻ്റ് ഇട്ടപ്പോഴും റാണിയൊക്കെയോട് ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, റാണിയൊക്കെ നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും, എപ്പോൾ വേണമെങ്കിലും ഇപ്പം നല്ലോണം ഇരിക്കുന്നവർക്ക് നാളെ എന്തൊരു ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് ഞാൻ അന്നും പറഞ്ഞ്, ഇപ്പോഴും ഞാൻ അത് തന്നെ റാണിയൊക്കെയോട് പറഞ്ഞു, വിമർശിക്കാം, റാണിയൊക്കെ കുറ്റം പറയണമെന്നുണ്ട്, തീർച്ചയായിട്ടും ചേച്ചിക്ക് കുറ്റം പറയാം, നമുക്ക് അതിലൊരു ബുദ്ധിമുട്ടില്ല. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ശരിയല്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്ന കണ്ടൻറ്റുകൾ ശരിയല്ലെങ്കിൽ വിമർശിച്ചു ഒരു കുഴപ്പമില്ല. പക്ഷെ ഒരിക്കലും നമ്മളാണെങ്കിൽ അവർക്കുള്ള
അതായത് വൈകല്യങ്ങളെ വെച്ചിട്ട് ഒരിക്കലും കുറ്റം പറയരുത്. അത് മാത്രമേ ഉള്ളൂ നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. അപ്പോൾ അതില്ലാതെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഒരു വ്യക്തി എന്ന് പറയുമ്പം എല്ലാം ഉള്ള ആണല്ലോ, ഒന്നും തികഞ്ഞ് മൊത്തം 100% തികവഞ്ഞവരല്ല. ഇപ്പം ഈ പറയുന്ന നമുക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് പോരായ്മകളുണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ഒരുപാട് പോരായ്മകളുണ്ട്. ഇപ്പം ഞാൻ ചിലപ്പോൾ ഇവളോട് പെരുമാറുന്ന രീതിയിലായിരിക്കില്ല വേറൊരാളോട് പെരുമാറുന്നത്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ നാസിയോട് പെരുമാറുന്ന രീതിയിലല്ല ഇവളോട് ഞാൻ പെരുമാറുന്നത്. അപ്പം നമ്മുടെ ക്യാരക്ടറിൽ തന്നെ നമുക്ക് ഒരുപാട് പോരായ്മകളും ഒരുപാട് വ്യത്യസ്തതകളും ഉണ്ട്. എല്ലാവരും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട് റാണിയക്കയിൽ ഈ വന്ന മാറ്റം. എനിക്ക് ഒരുപാട് എന്നെ സന്തോഷിപ്പിച്ചു. അതുകൊണ്ട് ആ ഒരു സന്തോഷം തന്നെ ഞാൻ ആ ചേച്ചിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും ആ ചേച്ചി കേൾക്കട്ടെ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ ഇപ്പം എനിക്ക് മൈൻഡിൽ ഇതല്ല. കാരണം തെറ്റുപറ്റാത്ത മനുഷ്യരൊന്നുമില്ല, എല്ലാവർക്കും തെറ്റുപറ്റാം. ഏതൊരു മനുഷ്യനാണെങ്കിലും തെറ്റുപറ്റാം. ആ തെറ്റ് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അവനൊരു മനുഷ്യനാവുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും അവൻ മനുഷ്യനല്ല. നമുക്കുണ്ടാകുന്ന തെറ്റുകളും കുറ്റങ്ങളും പാളിച്ചകളും നമ്മൾ നികത്തി അതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാതെ നമ്മുടെ തെറ്റുകുറ്റങ്ങളെ പൊരുത്തപ്പെട്ട് നികത്തി കൊണ്ടുപോവുകയാണെങ്കിൽ അവനൊരു മനുഷ്യനെന്ന് നമുക്ക് എന്നും പറയാൻ പറ്റും. അപ്പോൾ റാണി ചേച്ചി, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ റാണി ചേച്ചിക്ക് ഈ വന്ന മാറ്റം എന്നും ഇതുപോലെ ഉണ്ടാവട്ടെ. ചേച്ചിയെ ഇതുവരെയും കുറ്റം പറഞ്ഞ, അല്ലെങ്കിൽ ചേച്ചിക്ക് കാരണം വിഷമം വന്നിട്ട് ചേച്ചിയെ കുറ്റം പറയുകയും ചേച്ചിയെ വേദനിപ്പിക്കുകയും ചെയ്ത ആൾക്കാർ തീർച്ചയായിട്ടും ചേച്ചിയെ നാളെ തിരിച്ച് അംഗീകരിക്കുകയും അതുപോലെ തന്നെ ചേച്ചിയോട് ഒരു വിദ്വേഷം ഇല്ലാതെ അവർക്ക് പെരുമാറാനും അവർക്ക് സാധിക്കും. കാരണം റാണി ചേച്ചി ആണെങ്കിൽ പലപ്പോഴും മോശമായിട്ട് പെരുമാറിയിട്ട് പോലും പല ആൾക്കാരും റാണി ചേച്ചിയോട് വളരെ മാന്യമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇനിയും അതുപോലെ തന്നെ പെരുമാറാൻ സാധിക്കട്ടെ എന്നേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. പിന്നെ ഇനി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം പറയാം. അപ്പോൾ അവരുടെ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ കേട്ടപ്പം സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചിരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് വാശി വന്നതെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞ് മരിക്കുമെന്നവർ പറഞ്ഞിട്ട് അത് ഊന്നി പറഞ്ഞുകൊണ്ട് പറയുകയാണ് അത് സത്യമാണ്, ആ പറഞ്ഞത് സത്യമായിട്ട് നടക്കും എന്ന് പറഞ്ഞു. എനിക്കത് കേട്ടപ്പോഴെങ്കിൽ സത്യം പറഞ്ഞാൽ അവരെ കണ്ടെത്തിയേ പറ്റത്തോളം എന്നുള്ളൊരു വാശി വന്നു നമ്മൾ കേസ് ഫയൽ ചെയ്യുന്നത്. നമ്മൾ എന്താ പറയുക, സർക്കാരിൻ്റെ നിയമപ്രകാരമല്ലാതെ തന്നെ ഞാൻ പ്രൈവറ്റായിട്ടും അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. പ്രൈവറ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ടല്ലോ. അപ്പോൾ പ്രൈവറ്റായിട്ട് നമുക്ക് അറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഞാൻ അവർക്കൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നോക്കാമെന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവർ നോക്കിയ സമയത്താണ് മനസ്സിലാകുന്നത്. ഞാൻ ഈ കമൻറ്റ് വന്ന് നമ്മളെടുത്ത് നോക്കും എന്നുള്ളതല്ലാതെ ഈ ചാനൽ ഞാൻ അങ്ങനെ കയറി കാണാറൊന്നുമില്ല. അങ്ങനെ ചാനലിനെ കാണുന്ന ഒരു വ്യക്തിയല്ല അത്. അപ്പോൾ നമുക്ക് വന്ന കമൻറ്റുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എല്ലാം എടുത്ത് വെച്ചിട്ടായിരുന്നു അതിൻ്റെ ലിങ്കും കാര്യങ്ങളും. ആ വന്ന വീഡിയോ ഒരു ലിങ്ക് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ചെക്ക് ചെയ്ത സമയത്ത് അവർക്ക് ആ ചാനൽ കാണാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ കാണാൻ പറ്റാത്ത, അങ്ങനെ കാണാതിരിക്കാൻ വഴിയില്ലല്ലോ. അങ്ങനെ കമന്റുകളെല്ലാം വന്നുകൊണ്ടിരുന്ന ആ ഒരു ചാനലായിരുന്നു അത്. ജസ്റ്റ് ഒരു മെയിൽ ഐ ഡി അല്ല കേട്ടോ, ഒരു മെയിൽ ഐ ഡി അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ക്രിയേറ്റ് ചെയ്യാത്തൊരു ഇതൊന്നും അല്ല. ജസ്റ്റ് വീഡിയോ കാണാൻ വേണ്ടി എടുത്തൊരു ഐഡിയ അല്ല, അതൊരു ചാനലായിരുന്നു. എന്തായിരുന്നു, വൈറൽസ് കഫേസ് എന്നായിരുന്നു ആ ചാനലിൻ്റെ പേര്. അതൊരു ചാനൽ തന്നെ ആയിരുന്നു. അതിൽ പക്ഷേ അവരുടെ സ്വന്തം വീഡിയോസ് അല്ല, ഈ ആൾക്കാർ ചെയ്തിട്ടുള്ള ഷോർട്സുകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇട്ടിട്ടായിരുന്നു അവർ ആ ചാനൽ കൊണ്ടുപോയത്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ചാനൽ പോയി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായത് ഒരിക്കലും അവരെ കണ്ടെത്താൻ പറ്റത്തില്ല എന്നുള്ള വിചാരിച്ചിട്ടല്ല കേട്ടോ. കാരണം 600 സബ്സ്ക്രൈബേഴ്സിന് മേളിൽ ഉണ്ടായിരുന്നു ആ ചാനലിൽ. അപ്പം നമ്മുടെ കേരള ബ്രദേഴ്സ് തന്നെ ഏകദേശം 5 മാസം കൊണ്ടാണ് 500 എങ്ങാണ്ട് സബ്സ്ക്രൈബേഴ്സ് ആയത് തന്നെ. ഞങ്ങളത് കുറേ കിടന്ന് പാടുവിട്ട് അതിനകത്ത്. എന്നിട്ട് നമുക്കാണെങ്കിൽ ഒരു 500 സബ്സ്ക്രൈബേഴ്സ് ആയത് തന്നെ ഏകദേശം 5 മാസം കൊണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ വളരെ പെട്ടെന്ന് 600 സബ്സ്ക്രൈബേഴ്സ് ആയപ്പം എനിക്ക് അങ്ങനെ പോയെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. സോറി നാക്ക് വടിച്ചല്ല കേട്ടോ, സങ്കടം വന്നു. സത്യം സീരിയസ്ലി ഞാൻ പറയാം, എനിക്ക് സങ്കടം വന്നു. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് പോയത്, പക്ഷെ അവർ ആ കയ്യിലിരിപ്പുണ്ടാണ് പോയത് കേട്ടോ, അല്ലാതെ വേറൊന്നും ഉണ്ടല്ലോ. അപ്പോൾ ചാനൽ ഞാനും അന്നേരം നമുക്ക് ഇതിനകത്ത് കമൻറ്റ് ഇട്ടേക്കുന്നതിൻ്റെ റിപ്ലൈ കൊടുത്ത കാര്യങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കയറിയപ്പോൾ അവരിട്ട കമൻറ്റുകളൊന്നും കാണുന്നില്ല. പക്ഷേ അതിന് കൊടുത്തിരിക്കുന്ന ഞാൻ മാത്രമല്ല കേട്ടോ, നമ്മളെ സ്നേഹിക്കുന്ന പലരും അവരിട്ട കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലിങ്ങനെ കയറി നോക്കിയപ്പോൾ ചാനൽ ബ്ലാങ്ക് ആണ്. ഗോ ടു പേജ് എന്നാണ് കാണിക്കുന്നത്, ആ ചാനൽ ബ്ലാങ്ക് ആണ്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ കൊടുത്തിട്ടുള്ള ആൾക്കാരെ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ കാണാൻ പറ്റുന്നില്ല, എന്താ സംഗതി എന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവർ നോക്കിയിട്ട് പറഞ്ഞു ചാനൽ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ചാനൽ യൂട്യൂബിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിരിക്കുക, ചാനലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, മെയിൽ ഐ ഡി ഉൾപ്പെടെ അതിനകത്ത് നിന്ന് അവർ കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്രയും ബുദ്ധി ഉണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, എനിക്ക് പോലും അറിയത്തില്ല ഇത്രയും കാര്യങ്ങൾ. നമ്മൾ വിചാരിച്ചില്ല.
അതാ സത്യം, ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല ഡിലീറ്റ് ചെയ്ത് കളയുമെന്ന്. ചാനൽ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയെന്ന് വെച്ചാൽ ചാനൽ പൂർണ്ണമായിട്ട് യൂട്യൂബിൽ നിന്ന് ഒഴിവാക്കി. എനിക്കത് മനസ്സിലായത്. ഞാനൊക്കെ ചിന്തിച്ചാൽ എനിക്ക് ഇത്രയും ബുദ്ധിയൊക്കെ നമുക്കുണ്ടായിരുന്നു, നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഡിലീറ്റ് ആക്കും സമ്മതിച്ചു, പക്ഷെ ചാനൽ കളയുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ചാനൽ ഡിലീറ്റ് ചെയ്യുന്നത്. പിന്നെ അവർ പറഞ്ഞു വെച്ചാൽ IP അഡ്രസ്സ് എടുക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ IP അഡ്രസ്സ് കിട്ടുവാണെങ്കിൽ IP അഡ്രസ്സ് വെച്ച് നമുക്ക് പുള്ളിക്കാരിയെ പൊക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പൊന്നു ചേച്ചി IP അഡ്രസ്സ് എടുക്കുമെന്ന് പറഞ്ഞ് ഫോണൊന്നും കൊണ്ട് കളയല്ലേ. അപ്പോൾ IP അഡ്രസ്സ് പറ്റുമെങ്കിൽ തപ്പിയിട്ട് നമുക്ക് IP അഡ്രസ്സ് വെച്ച് എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാന്നൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. കണ്ടെത്തി ആരാന്ന് അറിയണമെന്നൊരാഗ്രഹം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം പലപ്പോഴും എനിക്ക് ആ കമന്റുകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഒന്നുകിൽ എന്നെ നല്ലതുപോലെ അറിയാവുന്ന വ്യക്തി, അല്ലെങ്കിൽ ഡോറയെ നല്ലോണം അറിയാവുന്ന വ്യക്തി, പിന്നെ അവർക്ക് എന്നോട് വലിയ ദേഷ്യമുള്ളതായിട്ട് എനിക്ക് അവരുടെ കമന്റുകൾ ഫീൽ ചെയ്തിട്ടില്ല. ദേഷ്യം കൂടുതലും ഇവളോട് ദേഷ്യമുണ്ട്, പിന്നെ കുഞ്ഞിനോടുമാണ് കൂടുതലും ദേഷ്യമുള്ളത്. ഇവരെ രണ്ടുപേരോടും ഭയങ്കര ദേഷ്യമുള്ള രീതിയിലാണ് അതിന്റെ കമന്റും കാര്യങ്ങളും വന്നിട്ടുള്ളത്. പക്ഷെ എന്നോട് അങ്ങനെ ദേഷ്യവും കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഏതെങ്കിലും ലവർമാരാണോ വിരളിലെണ്ണാത്ത ആൾക്കാരുണ്ട് പിന്നെ. അപ്പൊ അതിലാരെങ്കിലും വാശിയായിരിക്കും പിച്ചാനെ ഞാൻ കെട്ടിയത് കൊണ്ട് പിച്ചാന്റെ കുഞ്ഞിനെ. അപ്പൊ സംഗതി വെച്ചാൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അറിയാവുന്ന ആരോണ്. അതുപോലെ തന്നെ ഇവളോടും കുഞ്ഞിനോടുമാണ് ദേഷ്യം കൂടുതലുള്ളത്. നമുക്കത് പലപ്പോഴും ഫീൽ ചെയ്ത കാര്യമാണ്. ഇനി എന്നോടുള്ള ദേഷ്യമാണോ ഇവരോട് തീർക്കുന്നത് അതും നമുക്ക് അറിയില്ല കേട്ടോ. പക്ഷേ കൂടുതൽ ഇവർ മോശം കമൻറ്റുകൾ കൂടുതലും പറഞ്ഞത് ഇവർ രണ്ടുപേരെയും കുറിച്ചാണ് ആക്ഷേപിച്ചത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ കുഞ്ഞ് മരിക്കാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. അതെനിക്ക് എന്തായാലും മനസ്സിലായി. കാരണം വെച്ചാൽ കൂടുതലും കുഞ്ഞിനെ ഊന്നി പറഞ്ഞത് മൊത്തം അതാണ്. നമ്മുടെ കുഞ്ഞിന് ഈ ഒരു വയ്യായ്ക ഉണ്ടെന്ന് അറിഞ്ഞിട്ടും തന്നെയാണ് ഈ ഒരു കമൻറ്റും കാര്യങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ സത്യത്തിൽ ആ വ്യക്തി ചാനൽ ഡിലീറ്റ് ചെയ്തപ്പം സങ്കടം രണ്ട് രീതിയിൽ വന്നു. കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ എന്നുള്ളൊരു സങ്കടം വന്നു. അതുപോലെ തന്നെ 600 സബ്സ്ക്രൈബേഴ്സ് ആയ ആ ഒരു ചാനൽ അങ്ങനെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതിലും അവള് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞ സങ്കടമുണ്ട് കേട്ടോ. ഞാൻ ഉറപ്പായിട്ടും എനിക്ക് സങ്കടമുണ്ട്. കാരണം ഞാൻ നമ്മുടെ കേരള ബ്രദേഴ്സ് ഞാൻ പറഞ്ഞില്ല, പിന്നെ ഈ കണ്ട നെഗറ്റീവ് മൊത്തം ഇട്ടിട്ട് ഇന്ന് കരഞ്ഞോണ്ട് പറയുക ചാനല് സങ്കടം ഉണ്ടെന്ന്. ഓടി വേണ്ടിയിട്ട് അത് ആരായാലും അങ്ങനെയല്ല. അപ്പോൾ എന്താ പറയുക, നമുക്കങ്ങനെ ഇതൊന്നുമില്ല, നമുക്ക് അവരോട് ദേഷ്യം വാശിയൊന്നുമില്ല. പക്ഷേ എനിക്ക് കണ്ടുപിടിക്കണം എന്ന് വന്നത് എൻ്റെ കുഞ്ഞിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എൻ്റെ കൈയുടെ ചൂട് ഒരു വട്ടമെങ്കിലും അറിയും. അത് ഉറപ്പാണ് കേട്ടോ, അതിലൊരു മാറ്റവും ഇല്ല. എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞിനെ പറഞ്ഞാണ് അതിൽ ഞാനൊരു മാറ്റം വെച്ചിട്ടില്ല. എനിക്ക് സങ്കടമുണ്ട്, ചാനൽ ഡിലീറ്റ് ചെയ്തതിലൊക്കെ എനിക്ക് സങ്കടമുണ്ട്. പക്ഷേ ആ വ്യക്തിയോട് പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലായിട്ട് ഒരു ഇതും തോന്നിയിട്ടില്ല. എൻ്റെ കയ്യിൽ അതിനെ കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ കൈയുടെ ചൂട് ഒരു വട്ടമെങ്കിലും അതറിയും. മാത്രമല്ല ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് ചിന്തിക്കും ഞാനിത് അഹങ്കാരം കൊണ്ട് പറയാമെന്ന്. ഒരിക്കലും ഇത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. അത്രയധികം ഞങ്ങളെ മനസ്സിനെ അത് വേദനിപ്പിച്ചിട്ടുണ്ട് ആ ഒരു വ്യക്തി. അത്രയ്ക്കും ഞങ്ങൾക്കാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വാക്കുകൾ അത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല എന്നെ ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ എന്നെ ഭയങ്കരമായിട്ട് അന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ അതിനെ ചിന്തിച്ചു, ഇത്രയും പിടിപാട് ഇത്രയും വിവരമുള്ളൊരു വ്യക്തിയാണല്ലോ ഇങ്ങനെ കമൻ്റ് ഇടുന്നത്. ഭയങ്കരമായിട്ട് അന്ന് ചിന്തിച്ച വ്യക്തിയാണ്. എന്തായാലും കണ്ടുവിട്ടാൻ വഴിയുണ്ടെങ്കിൽ ഉറപ്പാണ്. ഇപ്പം അവർ പറഞ്ഞ കണക്ക് ഈ IP അഡ്രസ്സ് വെച്ചിട്ടെങ്കിൽ അതിനെ പിടിക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ 100% ഞാൻ ആ വ്യക്തിയും ആ വ്യക്തിയുടെ വീട്ടുകാരെയും ഈ സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരും. അപ്പോൾ ചോദിക്കും എന്തിനാ വീട്ടുകാർ ഇതിലേക്ക് വലിച്ചിടുന്നത്? ആ വീട്ടുകാരും അറിയണം, വീട്ടുകാർക്കും മനസ്സിലാവണം അവരുടെ കയ്യിൽ നിന്ന് വന്ന പാളിച്ചയാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഇപ്പം എൻ്റെ ഈ അനിയൻ്റെ മക്കൾ ഇവരെ ഞങ്ങളാണ് നോക്കുന്നത്. ഇവർ നാളെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ നോട്ടത്തിൻ്റെയും ഞങ്ങളുടെ പഠിപ്പുകേടിൻ്റെയും കുറവുകൊണ്ട് തന്നെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ മുതിർന്നവർ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്നത് ചെയ്യുന്നതാണ് ശരി, ഇന്നത് ചെയ്യുന്ന തെറ്റാണെന്ന്. അതനുസരിച്ചാണ് നമ്മുടെ മക്കൾ വളർന്നിരുന്നത്. പിന്നെ അവർ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ സമൂഹത്തിൽ കാണുന്ന കാഴ്ചപ്പാടിനനുസരിച്ച് അവരുടെ സ്വഭാവത്തിൽ വ്യത്യാസം. എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പല പാഠങ്ങളും അവരുടെ മനസ്സിൽ കിടപ്പുണ്ടായിരിക്കും. അപ്പോൾ അവരെ വീട്ടുകാരും അറിയണം ഇതുപോലുള്ള കാര്യങ്ങൾ, മറ്റുള്ളവർ അനുഭവിക്കുന്ന വിഷമങ്ങളും സങ്കടങ്ങളും എന്താണെന്ന് അവർക്ക് മനസ്സിലാവണം. അതുകൊണ്ട് തന്നെയാണ് അവരെ മാത്രമല്ല അവരെ വീട്ടുകാരും ഞാൻ ഈ സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ്. ദൈവം സഹായിച്ച് കണ്ടെത്താൻ വിധിയുണ്ടെന്നുണ്ടെങ്കിൽ നേർക്ക് കാണാം. വൈറൽസ് കഫേസ്
തീർച്ചയായിട്ടും നേരിൽ കാണാൻ വിധി കാണുന്നുണ്ടെങ്കിലോ കാണുന്നുണ്ട്, വീഡിയോ കാണുന്നുണ്ട്, അതെനിക്ക് നല്ല ഉറപ്പുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നുണ്ടെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ വീഡിയോ കണ്ടതിന് ശേഷം തോന്നുന്നു. നമ്മൾ സത്യം പറഞ്ഞാൽ ഇന്നലെ അറിയും. നമ്മൾ കേസ് കൊടുത്തിട്ട് ഇപ്പൊ എത്ര ദിവസമായി? 2 ദിവസമായെന്ന് തോന്നുന്നു കേസ് കൊടുത്തത്. ഞായറാഴ്ച ആയിരുന്നു തോന്നുന്നു കൊടുത്തല്ലേ അല്ലേ? ഞായറാഴ്ച കൊടുത്തത്. ഞായറാഴ്ച കൊണ്ടായി നമ്മൾ കേസ് ഫയൽ ചെയ്തത്. ശരിയാ. ശനിയാഴ്ച ഗബ്രൂഡനെ കൊണ്ട് പോയിട്ട് വന്നതിന് ശേഷം രാവിലെ ഇച്ചൻ ആശുപത്രി പോയിട്ട് വന്നിട്ടതിന് ശേഷം അല്ലേ ഞായറാഴ്ച കേസ് ഫയൽ ചെയ്തത്. ഞായറാഴ്ച കൊണ്ടായി കേസ് ഫയൽ ചെയ്ത്. ഇന്നലെ ഞങ്ങൾ അറിയുന്നത്. ഇന്നലെ ഏതായിരുന്നു? ചൊവ്വാഴ്ച അല്ലേ? ഇന്നലെ നമ്മൾ അറിയുന്നത് ചാനൽ അവർ ഡിലീറ്റ് ചെയ്തു എന്നുള്ളത്. അതായത് സർക്കാരിൻ്റെ ഇതിൽ നമ്മൾ പോവുകയാണെങ്കിൽ അറിയാലോ, താമസം എടുക്കും. നമ്മളതല്ലാതെ നമ്മൾ പ്രൈവറ്റായിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ആളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർ നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ചാനൽ ഡിലീറ്റ് ആയിട്ടുണ്ടെന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നമുക്ക് പോകെ അറിയാൻ സാധിക്കും. എന്തായാലും കഴിയുന്ന രീതിയിൽ അവർ നോക്കി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിധി ഉണ്ടെങ്കിൽ വൈറൽസ് കഫേ നമുക്ക് നേരിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തായാലും എവിടെ പോയാലും എവിടെ വരെ പോകാനോ, കേരളത്തിനകത്ത് തന്നെ അല്ലേ ഉള്ളത്, കണ്ടുപിടിക്കാം നമുക്ക്. കേരളത്തിന് പുറത്തു പോയാലും കണ്ടുപിടിക്കാൻ പറ്റും. ഇന്ത്യക്കകത്തല്ലയോ? ഇന്ത്യക്ക് പുറത്തു പോയാലേ ഉള്ളൂ പിന്നെ റിസ്ക് വരുന്നത്. കേരളത്തിന് പുറത്തു പോയാലും അത്യാവശ്യം കണ്ടുപിടിക്കാനൊക്കെ പറ്റും. അതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉണ്ടായി കേട്ടോ. ഇവർ നമുക്ക് മാത്രമല്ല വേറെ ആർക്കെങ്കിലുമൊക്കെ നെഗറ്റീവ് ഇട്ടോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. എന്തായാലും നമ്മുടെ ഈ ഒരു കേസ് കൊടുപ്പോട് കൂടി ചിലപ്പം ബാക്കിയുള്ള ചിലരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഒരൊറ്റ സങ്കടം മാത്രമേ ഉള്ളൂ, കാണാൻ പറ്റിയില്ലല്ലോ ഇവരെ തേടി ഞാൻ ചെല്ലുമ്പം ഇവരെന്നെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. എൻ്റെ മൊത്തം നശിപ്പിച്ച് നാശക്കഞ്ഞിയാക്കി കളയുമെന്നാണ് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞാൽ നശിക്കാൻ ഭയങ്കര കൊതിയായിട്ട് നിൽക്കുമായിരുന്നു. എന്ത് ചെയ്യാനാണ്, നശിക്കാനുള്ളൊരു അവസരം എനിക്കവർ തന്നില്ല. ആ ഒരു അവസരം എനിക്കവർ വെച്ച് തന്നില്ല. ഇതൊക്കെ കാണുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് നമ്മളെ ത്യാഗി കൊല്ലുമായിരിക്കും, ശപിച്ച് കൊല്ലുമായിരിക്കും. ഇതൊക്കെ കാണും. നീ കാരണമാടാണ് എൻ്റെ ചാനൽ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നത്. മാന്യമായിട്ടിരുന്നെങ്കിൽ ഈ ഒരു കുഴപ്പമെല്ലാം ഉണ്ടാവുമായിരുന്നു. കയ്യിലിരിപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഒരു ചാനൽ തുടങ്ങി മാന്യമായിട്ട് അതിൽ കൂടെ മുന്നോട്ട് പോയിക്കൂടായിരുന്നു. എന്തിന് ഈ ആൾക്കാരുടെ അടുത്ത് വന്നിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു? ആർക്കാലും അഭിപ്രായം പറയാം. അതിന് പ്രൊഡക്ഷൻ ചെയ്തിട്ട് ഇന്ന ആൾ ഇന്ന രീതിയിലായിപ്പോവും എന്ന് പറയുന്നതൊക്കെ ഭയങ്കര മോശമായിരുന്നു ചേച്ചി. എന്തായാലും ചേച്ചി ആയാലും അനിയത്തി ആയാലും ചേട്ടത്തി ആയാലും നാത്തൂനായാലും ആരായാലും ഭയങ്കര മോശമായിപ്പോയി കേട്ടോ. ഭയങ്കര മോശം വെച്ചാൽ ഭയങ്കര മോശമായിപ്പോയി. അപ്പോൾ എന്തായാലും വെല്ലുവിളിച്ച സമയത്ത് ആ വെല്ലുവിളിച്ച ധൈര്യം കൂടെ ഒക്കെ ഒന്ന് കാണിക്കണമായിരുന്നു. ഇതൊരുമാതിരി ഒളിച്ചോട്ടം പോലെ ആയിപ്പോയി. നീ എന്നെ എന്താ എൻ്റെ അടുത്ത് പറഞ്ഞു, ധൈര്യമുണ്ട് നീ എന്നെ കണ്ടുപിടിച്ചിട്ട് വാ, ബാക്കി നിന്നെ ഞാൻ കാണിച്ചത്. ഞാൻ കണ്ടുപിടിച്ചേനെ, ഡിലീറ്റ് ചെയ്യാതിരുന്നെങ്കിൽ തീർച്ചയായും. വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ അടുത്ത ചാനലായിട്ട് വരുമോന്ന് അറിയത്തില്ല. അടുത്ത ഐഡിയ ആയിട്ട് മെയിൽ കമന്റ് ഇടണമല്ലോ. ഇനി എന്തായാലും വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഞങ്ങൾക്ക് അവരാണ് കമന്റ് ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞ് ഞാൻ കേസ് കൊടുത്തു എന്നൊന്നും പറയില്ല കേട്ടോ. സെക്കൻഡുകൾക്കുള്ളിൽ ഞാൻ കൊണ്ട് കേസ് കൊടുക്കും. അതുപോലെ തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ഇത് എത്തിക്കേണ്ടവരെ എത്തിച്ച് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാൻ. ഇനി എന്തായാലും ഉറപ്പായിട്ടും പിന്നെ സ്റ്റേഷനെ വിളിപ്പിക്കുമ്പോഴായിരിക്കും അറിയത്തുള്ളൂ. എന്തായാലും ഞാൻ ഇനി ഇങ്ങനൊരു കാര്യം നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തില്ല. കാരണം എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ആ വീഡിയോ ഇടണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടതാണ് പ്രശ്നമായിപ്പോയി. വീഡിയോ ഇട്ടില്ലായിരുന്നു അവരെ കണ്ടുപിടിക്കായിരുന്നു. ആ വീഡിയോ ഇടണ്ടായിരുന്നെന്ന് ഞങ്ങൾക്ക് ഇന്നലെയാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അവര് ഞങ്ങളെ ഇങ്ങനെ ഓടിപ്പോകുന്ന നമ്മൾ വിചാരിച്ചില്ല. അല്ല, ഞാൻ അല്ലാതെ നമ്മൾ നോക്കാൻ വേണ്ടി കൊടുത്ത ആൾക്കാർ എന്നെ വിളിച്ച് വഴക്ക് പറഞ്ഞു, നീ ഇങ്ങനെ കൊടുത്തപ്പോൾ എന്തിനാ പിന്നെ നീ വീഡിയോ ഇടാൻ പോയി. സത്യം പറഞ്ഞാൽ അതൊരു അബദ്ധമായി പോയി. വീഡിയോ ഇടണ്ടായിരുന്നു ഞാൻ. പക്ഷേ എന്താ അവരെ മനസ്സിലാക്കട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ വീഡിയോ ഇട്ടത്. പക്ഷെ അത് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നമ്മൾ ആ വീഡിയോ ഇടണ്ടായിരുന്നു. ഇട്ടതാണ് തെറ്റായി പോയത്. വീഡിയോ ഇടായിരുന്നെങ്കിൽ പുള്ളിക്കാരി നമുക്ക് കിട്ടിയേനെ. എന്ത് ചെയ്യാനാ, നെക്സ്റ്റ് ടൈം നമുക്ക് നോക്കാം. എന്തായിരുന്നു വൈറൽസ് കഫേസ്. നെക്സ്റ്റ് ടൈം നമുക്ക് വീണ്ടും കാണാം. വേറെ ഒരു പേരൊക്കെ ആയിട്ട് വേറെ വന്നോട്ടോ, കുഴപ്പമില്ല, നമുക്ക് കാണാം. അപ്പോൾ കൂട്ടുകാരെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ഗബ്രൂട്ടൻ ഉറക്കം തൂങ്ങിയിരിക്കും കേട്ടോ. നമ്മൾ ഗബ്രൂട്ടൻ ഉറക്കട്ടെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.